മാതാപിതാക്കൾക്കെപ്പോഴും ഗുണം ചെയ്യണേ. ഖുർആന്റെ കൽപ്പനയാണിതെന്ന് നീ ഓർക്കണേ. ഇത് അങ്കബൂത്ത് നിസായിലും കാണുന്നതാ, അതുപോലെ തന്നെ സിറായിലും വിവരിച്ചതാ. തൗറാത്ത് ഇഞ്ചീൽ രണ്ടിലും കൂടാതെ മറ്റും കിതാബിലുമുള്ളതാണൊഴിയാതെ. അതുമാത്രമല്ല, പ്രവാചകന്മാർക്കൊക്കെയും പ്രത്യേകമായതിലുണ്ട് കൽപ്പന. പിന്നെയും അല്ലാഹു ജല്ല ജലാലവൻ വിളിക്കുന്ന മൂസാ കലീമുല്ലാഹിയോടുണർത്തുന്ന വന്ദിക്കലാ മാതാപിതാക്കളെ വേണ്ടത്. ദീർഘായുസ്സാണതു കാരണം ലഭിക്കുന്നത്. അതുമാത്രമല്ലൊരു കുട്ടിയെയും അവന് ഞാൻ കൊടുക്കുന്നതാണവനെപ്പോഴും ഗുണം ചെയ്യുവാൻ. നിന്ദിച്ചവർക്കിതിനൊക്കെയും മറിച്ചാണ്. വയസ്സും ചുരുങ്ങും മക്കളും എതിരാണ്. നോക്കാം നിനക്കിത് തുഹ്ഫത്തുൽ ഇബാദത്തിൽ കാണുന്നതാണതു വ്യക്തമായി പേജമ്പതിൽ. അവർക്കെപ്പോഴും ഗുണം ചെയ്തിരുന്നാൽ നേട്ടമാ, ഐശ്വര്യമതിനാൽ വന്നിടും നബിവാക്യമാ. അതുപോലെ തന്നെ ജിഹാദിനേക്കാൾ ശ്രേഷ്ഠത അതിനുള്ളതാണെന്നും ഹദീസിൽ വന്നതാ. അവരിരുപേരെയും തൃപ്തരാക്കൽ വേണ്ടതാ. റബ്ബിൻ്റെ തൃപ്തി എപ്പോഴും അതിലുള്ളതാ എന്നുള്ളതും നബി മുസ്തഫ പറയുന്നതാ. ത്വബ്റാനി റിപ്പോർട്ടുള്ളതായി കാണുന്നതാ. അവർക്കെപ്പോഴും നീ കീഴ്വഴക്കം വേണ്ടതാ. സ്വർഗത്തിലേക്കൊരു ബാബുടൻ തുറക്കുന്നതാ.